ചൈന വൻമതിൽ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ വൻമതിൽ രാജസ്ഥാനിലെ രാജ്മന്ദ് ജില്ലയിലെ ആരവല്ലി കുന്നുകളിൽ നിർമ്മിച്ച കുംഭൽഗഡ് കോട്ടയ്ക്ക് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്ന വൻമതിലിനാണ് ഈ പ്രത്യേകതയുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 3600 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മതിലിന് 36 കിലോമീറ്റർ നീളവും 15 മീറ്റർ വീതിയുമുണ്ട്. ഉദയ്പൂരിൽ നിന്നും ദേശീയപാത 27 വഴി 84 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കോട്ടയിലെത്താം. ഉദയ്പൂരിൽ നിന്ന് 84 കിലോമീറ്റർ വടക്ക് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന കുംഭൽഗഡ് മേവാർ മേഖലയിലെ ചിത്തോർഗഡ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കോട്ടയാണ്. ആരവല്ലി പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട AD 15-ാം നൂറ്റാണ്ടിൽ രാജസ്ഥാനിലെ മേവാർ പ്രവിശ്യയുടെ ഭരണാധികാരിയായിരുന്ന റാണ കുംഭ എന്ന കുംഭകർണ സിംഗ് ആണ് പണി കഴിപ്പിച്ചത്. 1443 തുടങ്ങിയ നിർമ്മാണം 1458 പൂർത്തിയായത്. ആകെ 15 വർഷമെടുത്തു കുംഭൽഗഡ് കോട്ടയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഈ വൻമതിൽ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നിന്നും 84 കിലോമീറ്റർ അകലെയായാണ് സ്ഥിതി ചെയ്യുന്നത്. ചൈനീസ് വൻമതിലിനോട് ഒരു പരിധിവരെ സാമ്യമുള്ളതും അതിനോടൊപ്പം തന്നെ തല ഉയർത്തി നിൽക്കാൻ കെൽപ്പുള്ളതുമായ അതിശയകരമായ വാസ്തുവിദ്യയുടെ ഉദാഹരണമായ ഈ നെടുനീളൻ മതിൽ ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ അഭിമാനമായി അധികമാരും അറിയപ്പെടാതെ രാജസ്ഥാനിൽ നിലകൊള്ളുന്നു. മേവാറിലെ ഇതിഹാസ ചക്രവർത്തിയായിരുന്ന മഹാറാണ പ്രതാപിന്റെ ജന്മസ്ഥലം കൂടിയാണ് കുംഭൽഗഡ് കോട്ട. 19-ാം നൂറ്റാണ്ട് വരെ കോട്ട അതിന്റെ എല്ലാ പ്രതാപത്തോടു കൂടിയും നിലനിന്നു. സിസോഡിയ രജപുത്ര ഭരണാധികാരിയായിരുന്ന കുംഭയുടെ ഭരണകാലത്താണ് ഈ കോട്ട പണി കഴിപ്പിച്ചത്. അക്കാലത്തെ പ്രശസ്ത വാസ്തുശില്പിയായിരുന്ന മദനാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ കോട്ട വികസിപ്പിച്ചത്. രാജസ്ഥാനിലെ രണ്ടൽപൂർ മുതൽ മധ്യപ്രദേശിലെ ഗ്വാളിയോർ വരെ പരന്നു കിടക്കുന്ന പ്രദേശമായിരുന്നു റാണ കുംഭയുടെ മേവാർ സാമ്രാജ്യം. റാണ കുംഭയുടെ ഭരണാധിപത്യത്തിൽ 84 കോട്ടകൾ ഉണ്ടായിരുന്നു. അവയിൽ 32 എണ്ണത്തിന്റെ രൂപകൽപ്പന നിർവഹിച്ചത് റാണ കുംഭ തന്നെയായിരുന്നു. ഇവയിൽ ഏറ്റവും വലുത് ഈ കുംഭൽഗഡ് കോട്ട തന്നെയാണ്. പുരാതന ഇന്ത്യയിലെ രാജഭരണ പ്രദേശമായിരുന്ന മേവാർ, മാർവാർ എന്നിവയെ വേർതിരിച്ചിരുന്നത് കുംഭൽഗഡ് കോട്ട തന്നെയായിരുന്നു. യുദ്ധം പോലുള്ള അപകട സമയങ്ങളിൽ മേവാർ ഭരണാധികാരികൾ ഒളിത്താവളമാക്കി ഈ കോട്ട ഉപയോഗിച്ചു. മുഗൾ ചക്രവർത്തി അക്ബർ, ആംബർ രാജാവായിരുന്ന രാജ മാൻസിംഗ്, മാർവാർ രാജാവായിരുന്ന രാജ ഉദയ് സിംഗ്, ഗുജറാത്തിലെ മിർസ എന്നിവർ സംയുക്തമായി കോട്ടയെ ആക്രമിച്ചെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞില്ല. ഗുജറാത്ത് ഭരണാധികാരിയായിരുന്ന അഹമ്മദ് ഷാ 1457 കോട്ടയ്ക്ക് നേരെ ആക്രമണം നടത്തിയെങ്കിലും കോട്ട പിടിച്ചെടുക്കാനായില്ല. കോട്ടയെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു ക്ഷേത്രവും പ്രതിഷ്ഠയും കോട്ടയ്ക്കകത്തുണ്ടായിരുന്നു. അഹമ്മദ് ഷായുടെ നേതൃത്വത്തിൽ ആ ക്ഷേത്രം തകർന്നു. 1458-ലും 59-ലും 1967-ലും ഗിൽജി രാജാവായിരുന്ന മഹമ്മൂദ് ഗിൽജിയുടെ സൈന്യവും കോട്ടയ്ക്ക് നേരെ ആക്രമണം നടത്തിയെങ്കിലും അത് വിഫലമാവുകയായിരുന്നു. കുംഭൽഗഡ് കോട്ടയ്ക്ക് ആകെ 7 കവാടങ്ങളുണ്ട്. പ്രധാന കവാടം റാംപോൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ കവാടത്തിൽ കൂടിയാണ് കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിക്കുക. പ്രധാന കവാടമായ റാംപോൾ കവാടത്തിന്റെ സമീപത്തു തന്നെയാണ് ഹനുമാൻ പോൾ സ്ഥിതി ചെയ്യുന്നത്. ഇതിനടുത്തൊരു ക്ഷേത്രവുമുണ്ട്. കോട്ടയിലെ പ്രധാന കൊട്ടാരമാണ് ബാദൽ മഹൽ. മേഘങ്ങളുടെ വീട് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇവിടെയാണ് റാണ പ്രതാപ് ജനിച്ചത്. ക്ഷേത്രങ്ങൾ, കൊട്ടാരങ്ങൾ, മറ്റു നിർമ്മിതികൾ തുടങ്ങിയവ കോട്ടയ്ക്കുള്ളിൽ കാണാം. 300 ജൈന ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ 360ഓളം ക്ഷേത്രങ്ങൾ ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ഗണേശ ക്ഷേത്രമാണ് കോട്ടയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രം എന്നറിയപ്പെടുന്നു. ഇതുകൂടാതെ നീൽകാന്ത് മഹാദേവ ക്ഷേത്രം, പാർശ്വനാഥ ക്ഷേത്രം, സൂര്യമന്ദിർ, പിത്താൾഷ ജൈന ക്ഷേത്രം തുടങ്ങിയവയാണ് കോട്ടയ്ക്കുള്ളിലെ പ്രധാന ക്ഷേത്രങ്ങൾ. വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും സന്ദർശിക്കാൻ കഴിയുന്ന ഒന്നാണ് കുംഭൽഗഡ് കോട്ട. എന്നാൽ രാജസ്ഥാനിലെ കാലാവസ്ഥ പരിഗണിക്കുമ്പോൾ തണുപ്പ് കാലമാണ് ഇവിടം സന്ദർശിക്കാൻ കുറച്ചുകൂടി യോജിച്ചത്. അതിനാൽ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയം ഇവിടേക്ക് വരാം. ഏകദേശം 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വേണം ഇവിടം കാഴ്ചകൾ കണ്ടു തീർക്കാൻ. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് ഇവിടേക്കുള്ള പ്രവേശനം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, പിന്നെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുതേ.